ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബിഗ് ബോസ് കോണ്ടന്റ് തന്നെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കാണാറുണ്ട്. ജാസ്മിൻ്റെ സപ്പോർട്ടറൊന്നുമല്ല, പക്ഷെ നല്ലൊരു ഗെയിം സപ്പോർട്ടറാണ് ഞാൻ. അവൾ നന്നായി കളിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അവളെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും അല്ലേ. അവളെക്കുറിച്ച് പറയാൻ അവൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൈസ്, ഒരുപാട് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയകളും വൻ ചർച്ചയായിട്ടുള്ളത്. ജാസ്മിൻ അങ്ങനെയാണ്, ജാസ്മിൻ ഇങ്ങനെയാണ്. നല്ലൊരു ഗുണമുള്ള വ്യക്തിക്ക് മാത്രമേ നല്ലൊരു നെഗറ്റീവ്സ് കിട്ടാറുള്ളൂ. അതങ്ങനെയാണ്, അതൊരു യൂണിവേഴ്സലാണ്, അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ വിഷയം ജാസ്മിൻ തന്നെയാണ്. അതായത് ജാസ്മിനും റസ്മിനും ഈ ഹോട്ടൽ ടാസ്കിൽ എന്താണ് കളിച്ചു കൂട്ടിയത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. സത്യത്തിൽ ജാസ്മിൻ്റെ യഥാർത്ഥ മുഖം, അല്ലെങ്കിൽ ജാസ്മിൻ ഭയങ്കര ലവബിളാണെന്ന് നമുക്ക് ഈ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരു കാരണവുമില്ലാണ്ട് ആ ഹോട്ടൽ ടാസ്കിൽ റസ്മിൻ ജാസ്മിനെ കഴുത്തിന് കയറിപ്പിടിച്ചു അല്ലേ, തള്ളിയിട്ടു. അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന വെച്ചാൽ എന്നിട്ടും അവളുടെ ടാസ്ക് അവൾ കരഞ്ഞുകൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. കാരണം റോബോട്ടിക്കായിട്ടാണ് അവളുടെ ടാസ്ക് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഹോട്ടലിൽ പിന്നെ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു റോബോട്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരാണോ ഉള്ളത് അവർ പറയുന്നത് കേൾക്കണം. ഗസ്റ്റ് പറയുന്നത് എന്താണോ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ആ റോബോട്ട്. അതല്ല ടാസ്ക്. നമ്മൾ ആ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമുക്കിനി എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും നമ്മളത് നേരിടുന്നുള്ള ലെവലിലാണ് ആ ടാസ്ക് നമ്മൾ ജാസ്മിൻ കംപ്ലീറ്റ് ആക്കിയത്. അതിൽ ജാസ്മിനെ മിടുക്ക് തന്നെയെന്ന് പറയാം. കാരണം എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടും അവൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ലിവിങ് റൂമിൽ പോയിട്ട് ഇരിക്കണമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത്രയും നെഗറ്റീവ്സ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം പോയിട്ട് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നില്ലേ? ആ ജാസ്മിൻ്റെ ഗുണങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ്? ഞാനൊരു സപ്പോർട്ടറൊന്നുമല്ല. നമ്മൾ ഈ കണ്ടു നിൽക്കുന്നത് എല്ലാവരും കണ്ടു നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ പിന്നെ ഈ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഷോ ആയിട്ടൊന്നും ബിഗ് ബോസ് ആയിട്ടോ ആരും പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല. മീൻസ് ഒരാളെ ഇങ്ങനെ ഡൗൺ ചെയ്യാൻ പാടില്ല. അവിടെ ഒരുപാട് ആൾക്കാർ പല തെറ്റുകളും പല നെഗറ്റീവ്സും ഉള്ള ആൾക്കാരുണ്ട്. എന്നിട്ടും അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഇത് എന്തിനാ ജാസ്മിൻ്റെ അടുത്ത് കാണിക്കേണ്ട ആവശ്യം എനിക്ക് തിരിയുന്നില്ല. കാരണം ഇന്നലത്തെ ഹോട്ടൽ ടാസ്കിൽ സത്യം പറയാല ഗൈസ്, ഞാൻ കരഞ്ഞുപോയി. കാരണം എന്ന് വെച്ചാൽ റസ്മിൻ അവൾ അത്രയും സ്നേഹിച്ചിരുന്നു. എന്നിട്ടും റസ്മിന് കൊടുത്തത് എന്താണ്? ശരിയാണ്, ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നത് തന്നെയാണ് റസ്മിനായാലും ജാസ്മിനായാലും. പക്ഷേ ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് എല്ലാം പിന്നെ റസ്മിനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. റസ്മിൻ ലാസ്റ്റ് പിന്നെ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് പറ്റിപ്പോയതാണ്, എനിക്ക് അന്നു തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അവർ ലാസ്റ്റ് ഒരു പിന്നെ അപ്പോളജൈസ്, അതായത് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ ജാസ്മിൻ നോറയെ കുറിച്ച് പറഞ്ഞു. റസ്മിൻ ജാസ്മിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതൊരു തെറ്റിദ്ധാരണേൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് തിരിയും, അതായത് റസ്മിൻ അല്ല അവിടെ ആക്ട് ചെയ്തത്, ആരെയോ എന്തൊക്കെയോ കേട്ടിട്ടാണ് റസ്മിൻ അവിടെ ആക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ക്ലിയറായിട്ടും ജാസ്മിൻ്റെ ടാസ്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നാമത് നെഗറ്റീവ് പറയുന്നത് ഗബ്രീൻ്റെ പേരിലാണല്ലോ. ഇപ്പോൾ ഗബ്രി ഇല്ല, ഇനി അവൾ ജയിക്കുന്നുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഓരോന്നും പറയാൻ തുടങ്ങുമെന്നറിയാം. എന്തായാലും നമ്മളെ ജാസ്മിൻ ഉറപ്പായിട്ടും ഫൈനൽ വരെ ഉണ്ടാവും. ഫൈനലിൽ ടോപ്പ് 5 ഒരാളായിട്ട് എന്തായാലും ഉണ്ടാവും. ഇനി നിങ്ങളിനി എന്ത് നെഗറ്റീവ്സ് പറഞ്ഞാലും ഞാനൊരു സപ്പോർട്ടറൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് നിങ്ങൾക്കും പറയാനുള്ള ഒപ്പീനിയൻസ് ഉണ്ട്, ഇവിടെ അവകാശമുണ്ട്. അതുപോലെ എനിക്കും പറയാനുള്ള അവകാശമുണ്ട്. ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിറച്ച് എന്നെ തെറി വിളിച്ചാലും ഞാൻ പറയേണ്ടത് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ഇമോഷനായിപ്പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. കാരണം അതായത് കൺസെഷൻ റൂമിൽ നിന്ന് രണ്ടാളെയും വിളിപ്പിച്ച് തരാം. സത്യത്തിൽ കുറ്റബോധം കൊണ്ടാണ് ആര് വിഷമിച്ചത്? റസ്മിൻ. പക്ഷേ സ്നേഹത്തിൻ്റെ പേരിലാണ് ആര് വിഷമിച്ചത്? എന്നിട്ടും അവൾ പറഞ്ഞ് അത് സാരമില്ല, എനിക്ക് പരാതിയില്ല. കാരണം സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും ജാസ്മിൻ. ജാസ്മിൻ ഭയങ്കര ലവബിളാണ്. പേഴ്സണലി അവൾ ഭയങ്കര ലവബിളാണ്. അതുകൊണ്ടാണ് പിന്നെ റസ്മിനെ ഇപ്പോഴും അവൾ നല്ലൊരു ഫ്രണ്ടായിട്ടാണ്. അവൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്കറിയാവുന്നില്ല ജാസ്മിനെ, പക്ഷേ നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് നല്ലോണം മനസ്സിലായി. ജാസ്മിൻ അടിപൊളി പ്ലെയറാണ്. ശ്വേതാ മേനോൻ എടുത്ത് പറയുന്നുണ്ട്, ജാസ്മിൻ നിൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്താൽ മതി,
അല്ലാതെ പക്ഷം നീ ഒരു പൊട്ടൻഷ്യലുള്ള അടിപൊളി പ്ലെയറാണ്. ഇതിൽ പരം ഒരു മത്സരാർത്ഥിക്ക് കൊടുക്കാനുള്ള ഒരു സപ്പോർട്ടിങ് ഇതിൽ പരം ഒരു വാക്ക് വേണ്ട. അവൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഒരു ഇമോഷണലി ഇപ്പോൾ ഡൗൺ ആണ്, ഇപ്പം കുറച്ച് ഇതായി വരുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇമോഷണലി ഡൗൺ ആയെന്ന് വെച്ചാൽ നമ്മളൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഷോ ആണ്. ആ ബിഗ് ബോസ് എന്ന് വലിയൊരു ഹൗസിൽ ആൾക്കാരുമായിട്ട് നമുക്ക്, അതായത് വീട്ടുകാരായിട്ടോ ആരുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റോ അറ്റാച്ച്മെൻറ്റും ഇല്ല. അപ്പോൾ നമ്മൾ ഇമോഷണലി ഫീലിങ്സൊക്കെ പങ്കിടുന്നത് ഏതെങ്കിലും ഒരാളുടെ അടുത്ത്, ഒരു സ്പെഷ്യലായിട്ട് ഒരാളുടെ അടുത്തായിരിക്കും. അത് അവൾക്ക് ഗബ്രി. ഇനിയിപ്പോൾ ഇനി എന്ത് നിങ്ങൾ നെഗറ്റീവ് പുറത്ത് പറഞ്ഞാലും ഗബ്രീനെ എങ്ങനെ കാണുന്നു എനിക്കറിയില്ല. അത് അവർക്ക് ഇപ്പോഴും ക്ലാരിറ്റി അല്ല, നമുക്കും ക്ലാരിറ്റി അല്ല. പക്ഷേ നമ്മൾ ആ ഒരു ബിഗ് ബോക്സ് ഹൗസിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. നമ്മൾ വീട്ടുകാരുമായിട്ട് കോണ്ടാക്റ്റില്ല, മൊബൈൽ ഫോൺ അങ്ങനത്തെ ഒന്നുമില്ല. എന്നിട്ട് പോലും അവൾ ആ ഒരു ആളുമായിട്ട് ഭയങ്കര അറ്റാച്ചായി. അതിപ്പോൾ സ്വാഭാവികം എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല, അത് അവർക്കേ അറിയും. അതിപ്പം ഗബ്രി പോയതിന് ശേഷം ഇപ്പോൾ ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. അതായത് ജാസ്മിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറയാൻ കഴിയാണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് സിജോ വന്നിട്ട് പറയുന്നത് കേട്ടിന് നിങ്ങൾ. ജാസ്മിനെ ആ സമയം ജാസ്മിനെ കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടമായിപ്പോയി. സിജോ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കാരണം അത് കണ്ടു നിന്ന് ആർക്കും ഒരു സങ്കടം വരുന്ന ആ ഒരു മൊമെൻ്റാണത്. കാരണം എന്ന് വെച്ചാൽ ആ ടാസ്ക് അവൾ നന്നായി കംപ്ലീറ്റ് ചെയ്തു, അതാണ് നോക്കേണ്ടത്. ശ്വേത മേനോൻ അകത്തുനിന്ന് പറയുന്നുണ്ട്, റോബോട്ട് പറഞ്ഞാൽ എന്തും ചെയ്യണം. അപ്പോൾ അവരെ പറഞ്ഞനുസരിപ്പിച്ച് ലിവിങ് റൂമിലേക്ക് കൊണ്ടുവരേണ്ടത് ആരാണ്? റോബോട്ട്. അപ്പോൾ അത് അവൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അവൾ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഹോട്ടൽ ടാസ്കിൽ നമുക്ക് അവളുടെ യഥാർത്ഥ ഒരു ലവബിൾ പേഴ്സണെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. എന്നെ തെറി വിളിച്ചിട്ട് സംസാരിക്കാറ്, ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതേപോലെ ഒപ്പീനിയൻ നിങ്ങൾക്കും പറയാം. അത് അതിനാണ് കമൻറ്റ് ബോക്സ് കൊടുത്തിരിക്കുന്നത്. എന്നെ പറയാനല്ല, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ. അപ്പോൾ വീഡിയോ ഇത്രയും എനിക്ക് ജസ്റ്റ് ആ ജാസ്മിൻ്റെ ആ ഇമോഷണൽ പറയാൻ എനിക്ക് തോന്നി. കാരണം സത്യമായിട്ടും എനിക്ക് കരച്ചിൽ വന്നിരുന്നു. അത് എനിക്ക് അങ്ങനെയാണോ എന്നറിയില്ല. കാരണം കണ്ടതൊന്നും ആർക്കും സഹിക്കാൻ കഴിയില്ല. കാരണം അവളൊരു തെറ്റും ചെയ്തില്ല. ഡ്രസ്മിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലടി, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പറയുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ജാസ്മിൻ്റെ ഹേറ്റേഴ്സിനും അതായത് ജാസ്മിനെ സ്നേഹിക്കുന്ന ആൾക്കും ജാസ്മിൻ്റെ വെറുക്കുന്നവർക്കും ഈ കണ്ടു നിന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നന്ദി. ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കാരണം എനിക്ക് അതായത് കാണുമ്പോൾ തോന്നിയ ഒരു ഇമോഷണൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം അതിൽ നമുക്ക് ജാസ്മിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഈ ജാസ്മിന് നല്ലൊരു മുഖം കൂടി ഉണ്ടല്ലോ. അവൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, നല്ലൊരു ലവ് പേഴ്സൺ ആണ്. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം നെഗറ്റീവ്സ് ഒരുപാട് കിട്ടിയ കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ജാസ്മിൻ. അപ്പോൾ ഇനി എന്താണ് ബിഗ് ബോസിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഞാനും വെയിറ്റ് ചെയ്ത് കാണുന്നത് നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അടിപൊളിയായിട്ട് വരും. ബൈ.